റംസാനിനെക്കുറിച്ചും റംസാനിൽ നമ്മൾ നേടിയെടുക്കേണ്ട ആത്മീയമായ തർബീയത്തിൻ്റെ മറ്റ് സ്റ്റെപ്സിനെ കുറിച്ചും അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. എൻ്റെ ഒരു ഫീൽഡ് ആരോഗ്യ മേഖല ആയതുകൊണ്ടാണ് ആരോഗ്യവും ആയുസ്സും എന്നുള്ളൊരു ടോപ്പിക്ക് എനിക്ക് തന്നിട്ടുള്ളത്. അതിൽ ഒരു ഹെൽത്ത് ടോക്ക് എടുക്കാനല്ല ഞാനിവിടെ വന്നത്. ഹെൽത്ത് ടോക്കുകളൊക്കെ നിങ്ങൾ കേട്ട പോലെ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ജനറൽ പബ്ലിക്കിന് വേണ്ടി, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിട്ടുള്ള ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ടോക്കുകൾ ഉണ്ടാവും. മിക്കവാറും ഹാർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അത് നമുക്കത് നോക്കാം. ആരോഗ്യത്തെക്കുറിച്ചും ആയുസ്സിനെക്കുറിച്ചും എൻ്റെ പരിമിതമായ ഇസ്ലാമികമായ അറിവിൽ വെച്ച് അതിനെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ അഭിപ്രായങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങൾ തെറ്റുണ്ടാവാം. എന്നിൽ വരുന്ന തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കും. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഹിദായത്താണ്. അതിനുശേഷം എന്താണെന്ന് ചോദിച്ചാൽ അത് ആഫിയത്താണ്. ആഫിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആരോഗ്യവും ആയുസ്സും തന്നെയാണ്. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ദിവസം എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? രാവിലെ എഴുന്നേൽക്കുന്നു, ടോയ്ലറ്റിലേക്ക് പോകുന്നു, നമ്മൾ മൂത്രമൊഴിക്കലും ടോയ്ലറ്റിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ല് തേക്കുന്നു, പിന്നെ നിസ്കാരവും കാര്യങ്ങൾക്കായിട്ട് പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ നിസ്കരിക്കുന്നു, നമ്മളുടെ കൂടെയുള്ള മക്കളെയും ഭാര്യനെയും ബാക്കിയുള്ള ആൾക്കാരോടും സംസാരിക്കുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ വാഹനത്തിൽ പുറത്തേക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു, അവനവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, മലമൂത്ര വിസർജനം നടത്തുന്നു, ഇങ്ങനെ തിരിച്ചു വന്ന് നമ്മൾ ഉറങ്ങുന്നു. ഇങ്ങനെയായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും ഒരു ദിവസം. ഇനി നിങ്ങൾ ഈ കണ്ട അനുഗ്രഹങ്ങളൊക്കെ, ഇതൊക്കെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. നമുക്ക് പല്ല് തേക്കാൻ ബ്രഷ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, വീട്ടിൽ വെള്ളമുണ്ട്, സോപ്പുണ്ട്, നമുക്ക് മാറ്റാൻ വസ്ത്രങ്ങളുണ്ട്, നമ്മളോട് നന്നായി പെരുമാറുന്ന കുടുംബാംഗങ്ങളുണ്ട്, നമുക്ക് ഭക്ഷണമുണ്ട്, അതേപോലെ നമുക്ക് കിടക്കാൻ സുരക്ഷിതമായൊരു പാർപ്പിടമുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, നമുക്ക് വാഹനങ്ങളുണ്ട്, നമുക്ക് അറിവ് ലഭിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, നമുക്ക് വരുമാനം, ഉപജീവനം, നമ്മുടെ റിസ്ക്കിനുള്ള ഒരു ജോലിയുണ്ട്. ഈ പറഞ്ഞ ഒരുപാട് എണ്ണയാൽ തീരാത്ത അനുഗ്രഹങ്ങളാണ് ഞാനിപ്പോൾ ചുരുക്കി പറഞ്ഞു. പക്ഷേ ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ അതിനേക്കാളും വലിയൊരു അനുഗ്രഹമായിട്ടുള്ള ആരോഗ്യം വേണം. ഇപ്പം ആരോഗ്യമില്ല, രാവിലെ എഴുന്നേൽക്കുന്നു, കയ്യോ കാലോ പൊന്തുന്നില്ല, അടുത്ത് നമ്മളെ നോക്കാൻ ഒരു നേഴ്സ് കിടക്കുന്നുണ്ട്, അവർ രാവിലെ കിടന്നുറങ്ങുകയാണ്, അവരെ വിളിച്ചെണീപ്പിച്ചാലേ മൂത്രമൊഴിക്കാൻ പറ്റുള്ളൂ. കുത്തി വിളിക്കണോ, ഒച്ചിട്ട് വിളിക്കണോ, അത് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണോ എന്ന് നമ്മൾ ആലോചിക്കുന്നൊരു അവസ്ഥ. കുറച്ചും കൂടി നേരം വൈകിയാൽ മൂത്രം ബെഡിൽ പോകും, അപ്പോൾ അവരെ നേരത്തെ വിളിക്കാം എന്ന് വിചാരിച്ച് അവരെ കുത്തി എണീപ്പിച്ച് എന്നെ ഒന്ന് മൂത്രം ഒഴിപ്പിച്ച് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കൊന്ന് മലമൂത്ര വിസർജനം ചെയ്യണം, അതിന് ചെയ്യണം എന്ന് പറയേണ്ട ഒരവസ്ഥ. ഞാൻ പ്രശ്നമില്ലെങ്കിൽ പല്ല് തേക്കാൻ പല്ലില്ലാത്ത അവസ്ഥ, വായൽ വെള്ളം പോയിട്ടൊരു സാധനം പോലും കൊണ്ടുവരാൻ പറ്റാത്തത്ര പുണ്ണുകളുള്ള രോഗികൾ, ഒരു വസ്തു ഇറക്കാൻ പറ്റാത്ത രോഗികൾ, ഒരു ഭക്ഷണത്തിനോട് താല്പര്യമില്ലാത്ത രോഗികൾ, ഭക്ഷണത്തിന് താല്പര്യം ഉണ്ടായിട്ടും അത് കഴിക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞ രോഗികൾ, മലമൂത്ര വിസർജനം ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ, മൂത്രമൊഴിക്കുന്ന ഭാഗത്തിലൂടെ ട്യൂബിട്ട് മൂത്രം പുറത്തെടുക്കുന്ന രോഗികൾ, മൂത്രം വരണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട രോഗികൾ, മലം പുറത്തു വരാതെ ട്യൂബിട്ട് പുറത്തെടുക്കുന്ന രോഗികൾ, നടക്കാൻ പറ്റാത്തവർ, ശ്വാസം വലിക്കാൻ പറ്റാതെ ഓക്സിജനിലും വെന്റിലേറ്ററിലുള്ള ആളുകൾ, അങ്ങനെയുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടുണ്ടായിട്ടോ, കുടുംബങ്ങളുണ്ടായിട്ടോ, ഭക്ഷണം ഉണ്ടായിട്ടോ, വാഹനങ്ങളുണ്ടായിട്ടോ, സമ്പത്തുണ്ടായിട്ടോ,
കുട്ടികളുണ്ടായിട്ടോ പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷേ ഈ ആരോഗ്യത്തിനെക്കുറിച്ച് നമ്മൾ തീരെ ആലോചിക്കാറില്ല. നമ്മളതിനെക്കുറിച്ച് അവബോധം ഉള്ള ആളുകളല്ല. അത് നഷ്ടപ്പെടുന്നത് വരെ. നഷ്ടപ്പെട്ടാലും നമ്മളൊരു വീടിൻ്റെ മൂലയിൽ നഷ്ടം സഹിച്ച് ജീവിക്കുന്നു എന്നല്ലാതെ അപ്പോഴും സമൂഹത്തിലുള്ള മറ്റുള്ളവർ ഈ പറഞ്ഞ ആളുകളെ കാണുന്നില്ല. ഇപ്പം നമ്മളെല്ലാവരും പരസ്പരം ഈ മീറ്റിങ്ങിൽ കണ്ടു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ രോഗികൾ ഈ നാട്ടിലുണ്ട്, ഈ ഓഡിറ്റോറിയത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലുണ്ട്. അവർക്ക് ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മളവരെ കാണുന്നില്ല. അത്രയേ ഉള്ളൂ. ഇതാണ് ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും മഹത്തായ ഹിദായത്തിന് ശേഷം വരുന്ന ഒരനുഗ്രഹം. അത് അല്ലാഹു തആല നിറയെ വാരിക്കോരി തന്നതുകൊണ്ടാണ് നമുക്കതിനെക്കുറിച്ച് ഓർമ്മയില്ലാത്തത്. ഇവിടെ ആകെ ഈ നാട്ടിൽ നടക്കാൻ കഴിവുള്ളതൊരു 10 ആൾക്കായിരുന്നു. ബാക്കിയുള്ളവർക്കൊന്നും നടക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഈ നടക്കാൻ കഴിവില്ലാത്ത ആൾക്കാരൊക്കെ കൂടിയിട്ട് പറയും, നോക്കിയേ ഒരു 10 ആളുണ്ട് കേട്ടോ, നോട്ടിലിങ്ങനെ കയലുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, അവരായിരിക്കും ചർച്ചാ വിഷയം. ഇന്നതെന്താ ചർച്ചാ വിഷയം അല്ലാത്തത്? എല്ലാവർക്കും നടക്കാനുള്ള ആരോഗ്യം കിട്ടി, അപ്പോൾ പിന്നെ അത് ചർച്ചാ വിഷയമല്ല. എല്ലാവർക്കും കാഴ്ച കിട്ടി, അതൊരു ചർച്ചാ വിഷയമല്ല. എല്ലാവർക്കും കേൾവി കിട്ടി, അതൊരു ചർച്ചാ വിഷയമല്ല. നമ്മളങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന, അശ്രദ്ധയിൽ കളയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ആരോഗ്യം. ആയുസ്. ഈ ആരോഗ്യമുള്ള ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്? ആയുസ് എന്ന് പറയുന്നത്. അപ്പം ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അള്ളാഹു ഒരാൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണം, റഹ്മത്ത് ചൊരിയണം എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുക്കും. ഈ റമദാനിൻ്റെ തുടക്കത്തിൽ നമ്മളെല്ലാവരും കേട്ടൊരു ഹദീസുണ്ട്. അത് റമദാനിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ചുള്ള ഒരു ഹദീസാണ്. ചുരുക്കി പറയാം, 2 ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. അതിൽ 2 സുഹൃത്തുക്കൾ. അതിലൊരു സുഹൃത്ത് ഒരു യുദ്ധത്തിൽ ഷഹീദായി മരണപ്പെടുന്നു. മറ്റേ സുഹൃത്ത് 1 വർഷത്തിന് ശേഷം സ്വന്തം വിരിപ്പിൽ മരണപ്പെടുന്നു. ഇവരെക്കുറിച്ചൊരു സ്വഹാബി സ്വപ്നത്തിൽ കാണുന്നത് ഷഹീദായ ആളെക്കാളും വർഷങ്ങൾക്ക് മുന്നേ സ്വന്തം വിരിപ്പിൽ കിടന്ന ആൾ സ്വർഗത്തിൽ കയറുന്നു. ഇത് വളരെ അത്ഭുതമായിട്ട് അവർക്ക് തോന്നും. കാരണം എന്താ? ഷഹീദിൻ്റെ കൂലി നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ത്യജിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട സ്വന്തം ജീവൻ. ആ ഷഹീദിനേക്കാളും വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം വിരിപ്പിൽ കിടന്ന ഒരാൾ സ്വർഗത്തിൽ കയറി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താ? നിങ്ങൾക്കെന്താ ഇത്ര അത്ഭുതം? ഈ പറഞ്ഞ ഒരാളിൽ ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ടില്ലേ? ഈ പറഞ്ഞ ഒരാൾക്ക് ഒരുപാട് സുജൂദുകളും റുക്കുകളും കിട്ടിയിട്ടില്ലേ? അവർ തമ്മിലുള്ള അകലം ഭൂമിയും ആകാശവും തമ്മിലുള്ള അകലമാണ്. എന്താണ് പറഞ്ഞത്? ഈ പറഞ്ഞ ഷഹീദിനേക്കാളും മേലക്ക് 1 വർഷം കൊണ്ട് അയാൾ നേടിയത് ഒരു ദറജയാണ്. സ്വർഗത്തിലൊരു വളരെ വിശാലമായ, വളരെ വലിയൊരു ദറജ, ഒരു സ്ഥാനം. ആ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഭൂമിയും ആകാശവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഭൂമിയും ആകാശവും തമ്മിൽ വ്യത്യസ്തമായ ലെവലിൽ ദറജ ഉയർത്തിത്തരുന്ന ആയുസ്സിനെ പറ്റിയും നമ്മൾ അറിയണം, നന്ദിയുള്ളവരായിരിക്കണം. ഇത്രയും പറഞ്ഞിട്ട് ഇതാണ് ആരോഗ്യവും ആയുസ്സും എന്നതിനെക്കുറിച്ചുള്ള ചുരുക്കിയിട്ടുള്ളൊരു കാര്യം. ഇനി ഇങ്ങനെ ഒരു ആയുസ് വെറുതെ കിട്ടിയിട്ട് കാര്യമുണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് ആയുസ് കിട്ടുന്നുണ്ട്, അവർക്കൊക്കെ ദറജ കൂടി കിട്ടുന്നുണ്ടാവും. കിട്ടില്ല. അവരാ ആരോഗ്യവും ആയുസ്സും വേണ്ട വിധത്തിൽ അവനവൻ്റെ പരലോക വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അള്ളാഹു എന്താ പറഞ്ഞത്? ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും എന്നെ ആരാധിക്കാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ആയുസ് കുറച്ച് നീട്ടി കിട്ടിയാൽ നമ്മളുടെ ഉദ്ദേശം എന്തായിരിക്കണം? കുറച്ചുകൂടി നന്നായിട്ട് ഇബാദത്ത് ചെയ്യണം എന്നായിരിക്കണം. എന്താ, ഞാൻ പെട്ടെന്ന് ഇടയിലിടയിൽ എൻ്റെ പ്രാക്ടീസും കൂടി പറയാം, അപ്പോൾ നിങ്ങൾക്ക് രസം ഉണ്ടാവും. ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അത്യാവശ്യം ദീനിയായിട്ടുള്ള ആളാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലോക്കുകളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് പ്രശ്നമില്ല സാറേ, എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ജനിക്കുക, ജോലി എടുക്കുക, ഭാര്യനെ കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാക്കുക, വീട് വെക്കുക, കുട്ടികളെ കെട്ടിക്കുക, അവർക്കൊരു ജോലിയാക്കുക, ഈ ഒരു ഉദ്ദേശത്തിനാണോ നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച് വീണത്, അതോ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ശരിയാണ്, ഇബാദത്ത് ചെയ്യാനാണ്. അപ്പോൾ എനിക്കൊരു കൊല്ലം കുറച്ച് കൂട്ടി കിട്ടിയാൽ നല്ലത് തന്നെയാണ്. ഈ വാക്ക് പറയുന്ന ആളുകൾ നമ്മളെ നാട്ടിൽ നിറച്ചുണ്ട്. ആ ധൈര്യമൊന്നും സത്യം പറഞ്ഞാൽ അസുഖം വന്ന അടുത്തേക്കുണ്ടാവില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഈ മരണം ഫേസ് ചെയ്തിട്ടുള്ള, ഞങ്ങളെ കണ്ണിൻ്റെ മുമ്പിൽ മരണവെപ്രാളത്തിൽ പെടുന്ന രോഗികളെ നമ്മൾക്ക് കാണാറുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി നോക്കാറുണ്ട്. ആ നോക്കുന്ന സമയത്ത് അവരുടെ മുഖഭാവവും അവരുടെ ഇടപെടലുകളിലൊന്നും ഈ ധൈര്യം കാണാറില്ല. ഇത് ഒ പിയിൽ നടന്നു വന്ന് പറയുന്നൊരു വാക്കാണ്. പക്ഷേ ഇതൊരു തെറ്റായ വാക്കാണ്. മഹത്തായ ആരോഗ്യവും ആയുസ്സും എന്ന് പറഞ്ഞ അനുഗ്രഹത്തിനെ ചെറുതാക്കി കാണുന്ന ഒരു നന്ദി കെട്ട വാക്കാണ്. ഒരിക്കലും പറയരുത്. അത് കഴിഞ്ഞ് ഇങ്ങനെ നമുക്കൊരു ആരോഗ്യം കിട്ടി, അള്ളാഹു തന്നല്ലോ, നമ്മളെങ്ങനെ അതിനെ കൊണ്ട് നടക്കണം, എങ്ങനെ അതിനെ പരിപോഷിച്ച് കൊണ്ട് നടക്കണം. നമ്മളൊരു 10 ലക്ഷം ഉറുപ്പിയുടെ ഒരു കാറ് വാങ്ങി വിചാരിക്കാം. കാറുള്ള ആൾക്കാർ നിറച്ച് കാറാണ്. എനിക്ക് പാർക്കിംഗ് പോലും കിട്ടിയില്ല, വണ്ടികൾ ഫുള്ളാണ്. ഞാൻ റോട്ടിലാണ് പാർക്ക് ചെയ്തത്. 10 ലക്ഷം രൂപൻ്റെ കാറ് വാങ്ങിയാൽ വർഷത്തിൽ 10,000 രൂപയ്ക്ക് അതിനെ സർവീസ് ചെയ്യണം. വേണ്ടേ? 10,000 ഉറുപ്പ്യക്ക് മിനിമം സർവീസ് ചെയ്യണം. നമ്മളുടെ ശരീരത്തിലുള്ള ഹാർട്ടിനെ കുറിച്ച് കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ചൊരു പഠനം പറഞ്ഞത്, നമ്മളുടെ ഹാർട്ട് പോലത്തെ ഒരു ഹാർട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, പറ്റൂല പക്ഷെ ആണെങ്കിൽ, ഒരു 500 കോടി രൂപയോളം ചിലവ് വരും. അങ്ങനത്തെ ഒരു ഹാർട്ടിന് കൊല്ലത്തിൽ എത്ര സർവീസ് ചാർജ് നമ്മൾ കൊടുക്കണം? കൊടുത്താൽ എത്തൂല. ഇനി നമുക്ക് 55 വയസ്സാണെങ്കിൽ ഹാർട്ടിൻ്റെ വയസ്സ് 56ആണ്. കാരണം നമ്മൾ വയസ്സ് കണക്കാക്കുന്നത് നമ്മളെ പ്രസവിച്ച ദിവസം മുതൽ. ഹാർട്ടിൻ്റെത് നമ്മൾ കണക്കാക്കുന്ന ഹാർട്ട് അടിച്ചു തുടങ്ങുമ്പോഴാണ്. നമ്മൾ ജനിക്കുന്ന പ്രോസസ്സിൽ നിന്ന് 2 മാസത്തിൻ്റെ ഉള്ളിൽ മിടിപ്പ് തുടങ്ങും. ഹാർട്ടിൻ്റെ മിടിപ്പ് തുടങ്ങും. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക, ഞാനത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ടോയ്ലറ്റിലാണ്, ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ടി വി കാണുന്നു, എൻ്റർടൈൻമെൻറ്റ് കാണുന്നു, ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഏതെങ്കിലും ഒരു മെഷീനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? കേടാവാതെ, നിൽക്കാതെ, മെയിൻ്റനൻസ് ഇല്ലാതെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു മെഷീനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? ഇതൊരു പമ്പാണല്ലോ. നമ്മൾ വീട്ടിലത്തെ മോട്ടറൊന്ന് ഓഫാക്കാൻ മറന്നു നോക്കിയേ, 2 ദിവസം കൊണ്ട് അത് കത്തിപ്പോവും അല്ലേ? ഇപ്പം പറഞ്ഞു വന്നത് ഇത്രയും പ്രധാനപ്പെട്ട, അത് ഒരു ഹാർട്ടിനെ പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞു. അതുപോലെ കിഡ്നി ഉണ്ട്, ലിവർ ഉണ്ട്, തലച്ചോറുകളുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്. ഈ പറഞ്ഞ ഓരോ സാധനത്തിനും നമ്മൾ എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യും? അതിനുവേണ്ടി നമ്മൾ പൈസ ചിലവാക്കുകയാണെങ്കിൽ എത്ര ചിലവാക്കണം? ഒരുപാട് ചിലവാക്കണം. പക്ഷെ അത്രയൊന്നും ആവശ്യം വരുന്നില്ല. കാരണം എന്താ? നമ്മൾ ഉണ്ടാക്കിയതല്ല ഈ സാധനം. അതുകൊണ്ട് തന്നെ അതിനത്ര മെയിൻ്റനൻസ് വേണ്ട. കാറ് നമ്മൾ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അതിന് 1% പൈസ എല്ലാ കൊല്ലവും ചിലവാക്കണം. ഈ നമ്മുടെ ശരീരം അല്ലാഹു തആല ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അതിനത്രയധികം മെയിൻ്റനൻസ് ആവശ്യം വരുന്നില്ല. വരുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പണി തീർന്നുണ്ടാവും, ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കിട്ടിയ ആരോഗ്യം നമ്മൾ കൊണ്ടടക്കുമ്പോൾ നമ്മളൊക്കെ അറിയാവുന്ന അറിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് ഹദീസിലൂടെ ഒരുപാട് അറിവുകൾ വന്നിട്ടുണ്ട്. അതിനുശേഷം വന്ന സയൻറ്റിഫിക് ഡിസ്കവറീസ്, ഇസ്ലാമിൻ്റെ ഗോൾഡൻ കാലഘട്ടങ്ങളിൽ ഒരുപാട് നല്ല ദീനിയായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ അറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ്. എനിക്ക് ആരാണെന്ന് ഓർമ്മയില്ല. പണ്ട്
നവോത്ഥാന ചിന്തകൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അലിജാലി അസദ് ബിഗോവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടത്തെ ബോസ്നിയൻ പ്രസിഡൻറ്റിൻ്റെ ഒരു ബുക്കാണ്. അതിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ കുറേ സ്റ്റോറികളിൽ ഒരു സ്റ്റോറി, അന്നത്തെ ഗോൾഡൻ കാലഘട്ടത്തിലെ ഒരു ഡോക്ടറോട് ഒരു ആശുപത്രി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആശുപത്രി ഉണ്ടാക്കാൻ പോയപ്പോൾ ഇതിന് സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിനോട് പലരും പല ടെക്നിക്ക് പറഞ്ഞു സ്ഥലം കണ്ടുപിടിക്കാൻ, അങ്ങനെ ഇങ്ങനെയാണ്. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇറച്ചി കഷ്ണം പല സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചു. ആ ഇറച്ചി കഷ്ണം കേടാവാൻ ഏറ്റവും നേരം വൈകിയ സ്ഥലം കണ്ടെത്തിയിട്ട് പറഞ്ഞു ഇതാണ് നല്ല സ്ഥലം. ഇന്നത്തെ പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ ബാക്ടീരിയകളും വൈറസുകളും കുറവുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം അന്ന് ഹോസ്പിറ്റൽ കെട്ടിയത്. അപ്പോൾ അങ്ങനെ ഉള്ള സയൻറ്റിഫിക് ഡിസ്കവറീസും പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചാൽ ഇസ്ലാമിൻ്റെ ആളുകൾ അവർ ചില മാമൂലുകളിലേക്ക് ഇസ്ലാമിനെ ചുരുക്കി കെട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചു? അറിവ് എന്ന് പറഞ്ഞ വിശാലമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവരൊരുപാട് സ്ഥലത്ത് പുറത്താക്കപ്പെട്ടു. അതിനെ ചുരുക്കി ഞാനൊരു അനുഭവത്തിലൂടെയും കൂടി പറയാം. ഒരാൾ അത്യാവശ്യം ദീനിയായിട്ടുള്ളൊരാൾ ഒരിക്കൽ ചികിത്സയ്ക്ക് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ചികിത്സാ രീതികളൊക്കെ പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു വാപ്പാക്ക് ഈ ഇംഗ്ലീഷ് മരുന്നൊന്നും പറ്റൂല, വാപ്പ അതിൻ്റെ വിരോധിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു അത് നമ്മളതല്ലല്ലോ. അവസാനം കുറേ സ്നേഹത്തിലെത്തിയപ്പോഴത് പറഞ്ഞത് അത് നമ്മളതല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതുവരെ ഞാൻ സ്പീഡിൽ ഓപ്പി നോക്കുകയാണ്, നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ പേപ്പറും പേനയൊക്കെ അവിടെ വെച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ഞാനൊരു 3-4 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം, അത് നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞുതരും. മൂന്നാ എന്നെ നല്ല അറിവുള്ള ആളാണ്, നല്ല ദീനിയായിട്ടുള്ളൊരു വിഷയം. ഞാൻ ചോദിച്ചു ഈ മെഡിക്കൽ നോളജ് നമ്മൾ ഇന്നിപ്പോൾ കൊണ്ട് നടക്കുന്ന രോഗങ്ങളെ പറ്റിയിട്ടുള്ള അറിവും സ്വന്തം ശരീരത്തിനെ കുറിച്ചുള്ള അറിവ്, ആ ശരീരത്തിൽ വരുന്ന രോഗത്തിനെക്കുറിച്ചുള്ള അറിവ്, ആ രോഗത്തിന് വേണ്ട ചികിത്സനെക്കുറിച്ചുള്ള അറിവ്, ഈ അറിവുകളൊക്കെ സായിപ്പ് സ്വന്തം കഴിവുകൊണ്ട് കണ്ടെത്തിയതാണോ അതോ ഇത് അള്ളാഹു തആല ഇറക്കി കൊടുത്തതാണോ? അദ്ദേഹം പറഞ്ഞു എല്ലാ അറിവും അള്ളാഹുവിൽ നിന്നാണ്, ആർക്കും അറിവ് കണ്ടെത്താൻ പറ്റില്ല. ആണല്ലേ? ശരി. ഇനി രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഖുർആൻ വായിച്ചപ്പോൾ ഒരു സ്ഥലത്ത് കണ്ടു നബിയെ ഈ കണ്ട ജൂതന്മാർക്ക് അവരുടെ മക്കളെ അറിയുന്നതിനേക്കാളും നന്നായിട്ട് താങ്കളെ അറിയാം. പക്ഷെ അവർ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം ഞാൻ ആ ആയത്തല്ല പറഞ്ഞു, അതിൻ്റെ ചുരുക്കി പറഞ്ഞു. ഞാൻ എൻ്റെ നബിയായിട്ട് സെലക്ട് ചെയ്തത് ഇബ്രാഹിം നബിയുടെ മക്കളിലുള്ള ഇസ്മായിൽ നബിയുടെ പരമ്പരയിലുള്ള താങ്കളെ ആയിപ്പോയി എന്നതിലുള്ള പ്രതിഷേധം കൊണ്ട് മാത്രമാണ് അവർ താങ്കൾ അംഗീകരിക്കാത്തത്. അത്രയും കാലം ഇബ്രാഹിം നബീൻ്റെ, ഇസ്ഹാഖ് നബീൻ്റെ, യാക്കൂബ് നബീൻ്റെ പരമ്പരയിലാണ് മൂസാ നബിയും ഈസാ നബിയും എല്ലാവരും വന്നത്. അവരുടെ വാപ്പം നബിയാണ്, മക്കൾ നബിയാണ്, ഒരേ സമയം ബ്രദേഴ്സ് നബിമാരാണ്. ഓരോ തലമുറയിലും നബിമാരെ അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അയച്ചയച്ച് ഇവരുടെ ധിക്കാരം ഒരു ലെവലിൻ്റെ മേലെത്തിയപ്പോഴാണ് അള്ളാഹു ആ പരമ്പരയിൽ നിന്ന് ഈ നബി ആവാനുള്ള നുബുവത്ത് ഇസ്മായിൽ നബിയുടെ പരമ്പരയിലുള്ള അറബികൾക്ക് കൊടുത്തത്, മുഹമ്മദ് നബിക്ക് കൊടുത്തത്. അള്ളാഹു അവനിഷ്ടപ്പെട്ട ആളുകളിലേക്ക് അവൻ്റെ അറിവ് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ അറിവിനെ നിഷേധിച്ചവരാണ് ഇസ്രായേലിയർ. അങ്ങനെ തന്നെയല്ലേ? ആണ്. ഇനി ഞാൻ പിന്നെ മൂപ്പരോട് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വർത്താനം ഈ ഇസ്രായേലിയർ ചെയ്ത പണിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതായത് അള്ളാഹ് കൊടുത്ത നുബുവത്ത് ഇസ്മായിൽ നബീൻ്റെ പരമ്പരയിൽ വന്ന് മുഹമ്മദ് നബിക്ക് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ നിഷേധിച്ച യഹൂദരും, അറിവിന് വേണ്ടി സെർച്ച് ചെയ്ത് ഉറക്കൊഴിച്ച് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള
അമുസ്ലിങ്ങളായ സായിപ്പന്മാർക്ക് അള്ളാഹു അറിവ് കൊടുത്തു എന്നുള്ള കാരണം കൊണ്ട് ആ അറിവ് പറ്റൂല, എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന നമ്മളുടെ ആളുകളും തമ്മിൽ എവിടേക്കോ ഒരു ചേർച്ച ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, ഡോക്ടർ എന്താ വേണ്ട വെച്ച് പറഞ്ഞു, ഞാൻ ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ചികിത്സിച്ചു, അദ്ദേഹം നന്നായി പോയി. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികളെക്കുറിച്ച് നമ്മൾ സ്വീകരിക്കുമ്പോൾ, അത് വാക്സിൻ ആയിക്കോട്ടെ, അത് നടത്തമായിക്കോട്ടെ, ഭക്ഷണ നിയന്ത്രണമായിക്കോട്ടെ, ഷുഗറിനും പ്രഷറിനുള്ള മെഡിസിനുകളായിക്കോട്ടെ, നമ്മളുടെ മാനസിക സ്ട്രെസ്സ് കുറക്കുന്ന ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, നമുക്ക് കിട്ടിയ അറിവിനെ നമ്മളത് ഉപയോഗപ്പെടുത്തണം. ഇതാണ് ഈ മഹത്തായ അനുഗ്രഹത്തിന് നമ്മൾ ശുക്ർ ചെയ്യുന്നതിൻ്റെ ഒരു വഴി. രണ്ടാമത്തെ വഴി, നമുക്ക് നഷ്ടപ്പെടാം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്കെന്ത് ചെയ്യാം, നമുക്കിത് നഷ്ടപ്പെടാം. അപ്പോൾ അത് ചികിത്സിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ആംഗിളിൽ അത് പറഞ്ഞുതരാം. നമ്മൾ തീരെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല, തോന്നിയമാതിരി ഭക്ഷണം കഴിക്കുന്നു, തോന്നിയമാതിരി എക്സസൈസ് ചെയ്യുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അസുഖം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പ്രാർത്ഥനയോ പ്രാർത്ഥന. നമ്മൾ നേർച്ചകൾ നേരും. വാപ്പ ഹോസ്പിറ്റലിലാണ്, ICUവിലാണ്, അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു സർജറി ഉണ്ട്, നിങ്ങളെനിക്ക് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും അല്ലേ? നമ്മളും പ്രാർത്ഥിക്കും. അങ്ങനെ തന്നെയല്ലേ? ഇനി അതിൻ്റെ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിക്കും. നമുക്കവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകണം, അവർക്ക് മദ്രസയിൽ പോകണം, അവർക്ക് കളിക്കാൻ പോകണം. ഇതിനൊക്കെ നമ്മൾ വില കൂടിയ വളരെ ഭംഗിയുള്ള ഒരു നല്ലൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. മൂത്ത മകനുണ്ട്, ചെറിയ മകനുണ്ട്. മൂത്ത മകൻ ഈ സൈക്കിൾ കറക്റ്റായിട്ട് ഓടിക്കും, എവിടെയും തട്ടിക്കൂല, എന്നും കഴുകി വൃത്തിയാക്കും, കറക്റ്റ് ഓയിൽ കൊടുക്കും, കറക്റ്റ് സർവീസ് ചെയ്യും. അവൻ പോണതോ സ്കൂളിലേക്കാണ്, അവൻ പോണതോ മദ്രസയിലേക്കാണ്, നല്ല കാര്യത്തിനാണ്. രണ്ടാമത്തവൻ ഈ സൈക്കിൾ അവിടെ വലിച്ചു വരയിടും, ആകെ അതിൻ്റെ ചെയിനും പൊട്ടി, ഓയിലും കൊടുക്കുന്നില്ല, അവിടെ തട്ടിച്ച് ഹെഡ്ലൈറ്റ് പൊട്ടി, ടൈൽ ലാമ്പ് പൊട്ടി, ടയർ പഞ്ചറായി, ആകെ വൃത്തികേടാക്കി കൊണ്ടടക്കുന്നു. ഇനി ഇവൻ പോണതാണെങ്കിലോ കുരുത്തക്കേട് കാണിക്കാനും. ഇതാണ് അവസ്ഥ. 2 ആളുടെയും സൈക്കിള് കേടായി. അപ്പോൾ സാധാരണ നമ്മൾ പഴയ വീട്ടിലെങ്ങനെയാണ്, അമ്മയാണല്ലോ പറയാം, നോക്കിയാൽ മോൻ്റെ സൈക്കിളേ കേടായിക്കണം, ഒന്ന് നന്നാക്കണം എന്തെങ്കിലും. അപ്പോൾ മൂത്തോൻ്റെ സൈക്കിളാണ് കേടായതെങ്കിൽ എന്താ പറയുക? അത് നന്നാക്കണം, അവൻ നന്നായി കൊണ്ടടക്കുന്ന സാധനമാണ്, മാത്രമല്ല അവന് പള്ളിയിൽ പോകാനുള്ളതാണ്, അല്ലെങ്കിൽ മദ്രസയിൽ പോകാനുള്ളതാണ്, സ്കൂളിൽ പോകാനുള്ളതാണ്, വേഗം നന്നാക്കിക്കുക, എന്നാൽ പൈസ എന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറയും അല്ലേ? ഞാനാണ് എങ്ങനെ പറയാം. രണ്ടാമത്തവൻ്റെ സൈക്കിളാണെങ്കിലോ നന്നായി അത് കേടായത്. എന്താ നമ്മൾ പറയാം? കേടായത് നന്നായി, ഓൻ്റെ ആ കുരുത്തക്കേടിന് പോകാനുള്ള സാധനമല്ലേ, അവിടെ കിടക്കട്ടെ അല്ലേ? ഇനി നമുക്ക് ആരോഗ്യം തന്ന അള്ളാൻ്റെ അടുത്തുനിന്ന് ഈ സൈക്കിള് നമുക്ക് കിട്ടിയ ആരോഗ്യവും ആ പിതാവ് നമ്മുടെ പടച്ചവനും ഈ സൈക്കിൾ കൊണ്ടെടുക്കുന്ന ആൾക്കാർ നമ്മളും ആണെന്ന് കൂട്ടി നോക്കി. നമ്മൾ ആരോഗ്യം ഒന്നും ശ്രദ്ധിക്കാണ്ട് വലിച്ച് വാരി തിന്ന് എക്സസൈസും ഇല്ല, ഒരു സാധനം ഇല്ലാണ്ട് പോയി, എന്നിട്ട് അസുഖം വന്ന് ICU കൊടുക്കുമ്പോൾ പടച്ചോനെ നേരാക്കണേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അള്ളാൻ്റെ അഭിപ്രായം? ഓടെ ചെക്ക് അവിടെ നിന്നായിരിക്കൂലേ? ആവോ? സാധ്യതയുണ്ട്. നമ്മൾ ഈ ആയുസ് ചിലവാക്കിയത് മുഴുവൻ കുരുത്തക്കേടിനാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ ആയുസ്സും ആരോഗ്യം കിട്ടണമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നാൽ എന്തിനാണിത് എന്നാവും ചോദിക്കുക. ഞാൻ തമാശയിൽ പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മളുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ ആരോഗ്യത്തിനെ കറക്റ്റായിട്ട് കൊണ്ടുനടക്കണം. അങ്ങനെയൊക്കെ കൊണ്ട് നടന്ന ഒരാളുടെ ആരോഗ്യം നഷ്ടപ്പെട്ട നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ആരോഗ്യം തിരിച്ചു കിട്ടണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥത ഉണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. അല്ലാത്ത പ്രാർത്ഥനകൾക്ക് എന്ത് വില? നമ്മൾ നോക്കിയിട്ടേ ഇല്ല, നമ്മൾ ആ അനുഗ്രഹത്തിന് വില വെച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ അള്ളാഹ് അതിന് ഉത്തരം തരും? അപ്പോൾ ഇതാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള എല്ലാ അറിവുകളും ഉപയോഗപ്പെടുത്തി നമ്മളതിലേക്ക് ശ്രമിക്കണം. 1. 2, ഗതികേടായി നമുക്ക് ഇങ്ങനെ എന്താ പറയുക, അസുഖം വന്നു, ചികിത്സിക്കണം.
അപ്പോഴും ഏറ്റവും അറിവുള്ള ഏറ്റവും നല്ല അറിവിനനുസരിച്ച് നമ്മൾ ചികിത്സിക്കാം. അവിടെയും 1-2 കാര്യങ്ങളെയും പറയും. ഇപ്പോൾ എൻ്റെ ഒ പിയിലൊക്കെ ചിലപ്പോൾ വന്നിട്ട് പറയും, സാറേ ചികിത്സിക്കാൻ പൈസക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചുകൂടി കുറഞ്ഞതാണെങ്കിലോ ഇതാണെങ്കിലോ അതാണെങ്കിലോ എന്ന് ചോദിച്ചു ഇങ്ങനെ ഒരുപാട് സമയം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം പറയും. നമ്മളുടെ നാട്ടിൽ ഉള്ളൊരവസ്ഥ, എൻ്റെ ഒരു അനുഭവം പറയുകയാണെ, ഒരവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ കയ്യിലൊരു 5 ലക്ഷം റുപ്യ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു എന്നും വിചാരിക്കാം. നമ്മൾ 5 ലക്ഷം റുപ്യൻ്റെ വീടാണ് വെക്കുക? അല്ല, 5 ലക്ഷം റുപ്യ കയ്യിലുള്ള ആൾ 50 ലക്ഷം റുപ്യൻ്റെ വീടാണ് വെക്കുക. 5 ലക്ഷം റുപ്യ കയ്യിലുണ്ട്, കാറ് വാങ്ങണം. 5 ലക്ഷം റുപ്യ കയ്യിലുണ്ടായിട്ട് 5 ലക്ഷം റുപ്യൻ്റെ കാറ് വാങ്ങിച്ച ആൾക്കാരെ കാണാൻ ഞാൻ ഇപ്പോഴും തപ്പിക്കൊണ്ട് നടക്കുക. 5 ലക്ഷം റുപ്യ കയ്യിലുണ്ടെങ്കിൽ 10 ലക്ഷം റുപ്യൻ്റെ കാറ് വാങ്ങും. ഇനി കയ്യിൽ 5 പൈസ ഇല്ല വിചാരിച്ചോളൂ, ഒരു ഉഗ്രം കല്യാണം നടത്താൻ 25 ലക്ഷം റുപ്യ ചിലവാക്കും. അതിലെന്തൊക്കെ ചിലവ്? ഡ്രസ്സ്, ഭക്ഷണം, അത് ഇത് മറ്റൊക്കെ. എന്താ കാരണം? ഇനി 5 ലക്ഷം റുപ്യ കയ്യിലുണ്ട്, 1 ലക്ഷം റുപ്യൻ്റെ ചികിത്സ നടത്തണം, 10 തൊട്ടാലേക്കും ആ 1 ലക്ഷം എന്നുള്ള 75 ആക്കാൻ പറ്റുമോ? എന്താ കാരണം നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹത്തിനെ അത്ര വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. നമുക്കതൊരു സംഭവമല്ല. ഏതുവരെ ആ സാധനം ഏകദേശം ഇവിടെ അങ്ങോട്ട് എത്തി തീരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള പോയിന്റിൽ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ് ഞങ്ങളുടെ അടുത്ത് പറയുന്ന വേറൊരു വാക്കുണ്ട്, ഡോക്ടർ പൈസ ഒരു പ്രശ്നമല്ല കേട്ടോ, ഞങ്ങൾ എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോവാം. ഇതേ ആൾക്കാർ പറഞ്ഞ വാക്ക്. ഇത് രണ്ടും ഞങ്ങൾ കേൾക്കണം. ഒരാളിത് മറ്റതും പറഞ്ഞിട്ടുണ്ടാവും, തൊട്ടപ്പുറത്ത് വരുന്ന ആൾ മറ്റതും പറഞ്ഞിട്ടുണ്ടാവും. ഇത് രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ എന്താ സംഭവം. പറയണ വാക്ക് ഞങ്ങൾ എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. ചില ആൾക്കാർ വളരെ വിശാലമായിട്ടൊക്കെ പറയും, ലോകത്ത് എവിടെയെങ്കിലും ചികിത്സ ഉണ്ടെങ്കിൽ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോഴല്ല, നമ്മൾ ആദ്യം മുതലേ പണിയെടുത്ത് തുടങ്ങണം. ആദ്യം മുതലേ കറക്റ്റ് സമയത്ത് ചികിത്സിക്കാം. ഇങ്ങനെ നമ്മളൊരു ചികിത്സ ചെയ്തു, നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്തു, നമുക്ക് ആരോഗ്യം വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള അടുത്ത ഒരു പ്രശ്നം, പലപ്പോഴും പ്രായമുള്ള വാപ്പാർക്ക് മക്കൾ ചികിത്സിച്ചിട്ടാണ് വരിക. എന്നിട്ട് മക്കൾ അടുത്ത പ്രാവശ്യം ഒ പിയിലേക്ക് കയറുന്നതിന് മുമ്പ് വാപ്പാനെ പുറത്തിരുത്തിയിട്ട് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറയും, അതെ വാപ്പ 5 നേരം പള്ളിയിൽ പോകുന്നുണ്ട് കേട്ടോ, വാപ്പ ബാങ്ക് കൊടുക്കാൻ പോകുന്നുണ്ട്, അതൊന്നും പറ്റില്ല എന്ന് ഡോക്ടറാണ് പറഞ്ഞേക്കിട്ടോ. അപ്പം പിന്നെ എന്തിനാ ചികിത്സിച്ചത്? എന്തായിരുന്നു ചികിത്സൻ്റെ ലക്ഷ്യം? ഇയാളെ ചികിത്സിച്ച് മൂലക്ക് ഇരുത്തായിരുന്നു? അല്ല, നമ്മളെ ചികിത്സൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇദ്ദേഹം ചികിത്സിച്ച് മുമ്പ് മൂപ്പർ ചെയ്തിരുന്ന എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തുകളൊക്കെ ഭംഗിയായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് മക്കൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയാറില്ല, ഞാൻ ഭയങ്കര ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് പറയും, നിങ്ങളെ വായിലുള്ളത് പറയാനല്ല എൻ്റെ വായിരിക്കണമെന്ന് തന്നെ പറയും. പക്ഷേ കാര്യം ഇത് എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുമെന്ന് വെച്ചാൽ, നമ്മളെ എന്തിനാണ് ചികിത്സിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഇല്ല. ചികിത്സിച്ചതിൻ്റെ ധാരണ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടണം, ആരോഗ്യം കിട്ടണം, അതെന്തിനു വേണ്ടി കുറച്ചുകൂടി നന്നായിട്ട് ഇബാദത്തെടുക്കണം. 1 വർഷം എക്സ്ട്രാ കിട്ടിയാൽ ഭൂമിയും ആകാശവും തമ്മിലുള്ള വ്യത്യാസമുള്ള സ്വർഗത്തിൻ്റെ ദർജ കിട്ടും. ആ ദർജ കിട്ടണം, അത് വീട്ടിൽ നിന്ന് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തിരിച്ചു വരുന്നതിനനുസരിച്ച് എന്തായിരുന്നു പറയേണ്ടത്? പാപ്പാക്ക് എപ്പോഴാണ് ഡോക്ടറെ പള്ളിയിൽ പോകാൻ പറ്റുക? ആ ചോദ്യമായിരുന്നു കേൾക്കേണ്ടത്. കേൾക്കുന്നില്ല. അപ്പം നോമ്പെടുക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. ഇങ്ങനെ കുറച്ചും കൂടി നമ്മൾ പറ്റുന്നിടത്ത് കേട്ടോ, പറ്റാത്തടത്തല്ല. ഞാനിപ്പം എല്ലാവരും വയ്യാത്ത ആൾക്കാരൊക്കെ നോമ്പെടുക്കണം, വയ്യാത്ത ആൾക്കാരൊക്കെ പള്ളിയിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ എവിടെയും പോയി പറയരുതേ. ഞാനതിന് സത്യം പറഞ്ഞാൽ എതിരാണ്. ഹജ്ജിന് പോയ സമയത്തൊക്കെ അവിടെ ഒരിടത്തും വയ്യാത്ത ആളുകൾ റൂം പോലും ബുക്ക് ചെയ്യാണ്ട് റോട്ടിൽ ആ വെയിലത്ത് കിടന്ന് മരിക്കുക. ഇതുപോലെ നമ്മളെ നാട്ടിൽ ഒരു തരത്തിലും ആരോഗ്യമില്ലാത്ത ആൾക്കാർ കഷ്ടപ്പെട്ട് നോമ്പെടുക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ടൈപ്പ് ചെയ്യുന്നതൊരു അമുസ്ലിം ലേഡിയാണ്. അവർക്ക് തോന്നുകയാണ് ഇത് എന്തൊരു ഇസ്ലാമാണ്, എന്തൊരു മോശമാണ്, എന്തൊരു കരുണയില്ലാത്ത റബ്ബാണ് എന്ന് പറയിപ്പിക്കുകയാണത്. ചെയ്യരുത്. നോമ്പ് പറഞ്ഞപ്പോൾ തന്നെ എന്താ പറഞ്ഞെന്താ, നിങ്ങൾക്ക് വയ്യെങ്കിൽ എടുക്കണ്ട, സ്ഥിരം രോഗിയാണ്, ഫിദിയ കൊടുത്തോളി, അത് കൊടുക്കുക. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അതൊക്കെ ചെയ്യണം.
പക്ഷെ ആരോഗ്യമുള്ള ആൾക്കാർ, അവർക്ക് മക്കൾ ചികിത്സ കഴിഞ്ഞ് വന്നാൽ വെറുതെ അവരെ ഇരുത്തല്ല, എപ്പോഴാണ് പള്ളിയിൽ പോകേണ്ടത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇനി ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. എനിക്ക് ഏറ്റവും വിഷമവും ദേഷ്യമൊക്കെ വരുന്ന ഒരു ചോദ്യമുണ്ട്. ഡോക്ടറെ, ഈ മരുന്നേ ഇനിയിപ്പോൾ എല്ലാ ദിവസം കഴിക്കേണ്ടി വരുമോ? വല്ലാത്തൊരു കഷ്ടപ്പാടായല്ലോ ഞാൻ ചോദിക്കും. അപ്പം ദേഷ്യം വരുന്നത് എനിക്കല്ല, അതുകൊണ്ടല്ല, സങ്കടം കൊണ്ടാണ്. അതായത് ചികിത്സ എന്ന് പറഞ്ഞ് ഒരു മഹത്തായ അനുഗ്രഹത്തിന് ഒരു ശാപമായിട്ടാണല്ലോ ഈ മനുഷ്യന്മാർ മനസ്സിലാക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. ഞാൻ അവരോട് പറയും, നിങ്ങളൊരു 30-40 കൊല്ലം മുമ്പാണ് ജീവിച്ചിരുന്നെങ്കിൽ ഈ ചികിത്സയൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഏകദേശം മണ്ണിൻ്റെ അടിയിൽ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കണം. അന്നത്തെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞത് 50 വയസ്സ് 55 വയസ്സാണ്. ഈ ഒരുപോലത്തെ ഒരു അറ്റാക്കൊക്കെ കഴിഞ്ഞാൽ തീരുമാനമായിട്ടുണ്ടാവും. ഇത് അല്ലാഹു തആല നിങ്ങൾക്ക് ഇങ്ങനൊരു ചികിത്സാ രീതി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കൊക്കിലൊതുങ്ങുന്ന ഒരു ചെലവിൽ എത്തിച്ചു തന്നതുകൊണ്ടാണ് നിങ്ങൾ ഇന്നെൻ്റെ മുമ്പിൽ ഇന്ന് സംസാരിക്കുന്നത്. ഇനി ആ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്ന മെഡിസിനുകൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ലെവലിലാണ് അള്ളാഹ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഒരു ഇഞ്ചക്ഷന് 18 കോടിക്ക് വേണ്ടി നമ്മളൊക്കെ പിരിച്ചത് ഓർമ്മ ഉണ്ടാവും. ഒരു അസുഖമുള്ള സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ഇഞ്ചക്ഷന് 18 കോടിയാണ്. പിരിച്ചു വന്നപ്പോൾ 18 കോടിനേക്കാളും കൂടുതൽ കിട്ടി. ഓർമ്മ ഉണ്ടാവും, വാട്സാപ്പിലൊക്കെ ഉണ്ടായിരുന്നു. എന്താ അതിന് ഇത്രയും വില കാരണം? എന്താ ഇത്ര 18 കോടിക്ക് വില കാരണം? മിക്കവാറും എല്ലാ മരുന്നും കണ്ടെത്തി അതിനെ പഠനം നടത്തി പുറത്ത് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന കോലത്തിലെത്തിക്കണമെങ്കിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടി രൂപേൻ്റെ ചിലവുണ്ട് പാരസെറ്റമോളിന് പോലും. എന്നിട്ട് ഈ പാരസെറ്റമോൾ എങ്ങനെയാണ് നമുക്ക് 2 റുപ്യക്കും 3 റുപ്യക്കും കിട്ടുന്നത്? ആ അസുഖം നമ്മളെ പോലത്തെ ഒരുപാട് ആൾക്കാർക്കുള്ളതുകൊണ്ട്, ഒരുപാട് ആൾക്കാർ ആ മരുന്ന് വാങ്ങുന്നതുകൊണ്ട് 2 റുപ്യക്ക് സാധനം കിട്ടുന്നത് മാത്രം. അത് അധികം ആൾക്കാർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരു പാരസെറ്റമോളിൻ്റെ വില 10,000 റുപ്യ ആയിരിക്കും, അല്ലെങ്കിൽ 1,00,000 റുപ്യ ആയിരിക്കും. അതെന്തുകൊണ്ടാണ് സാധിച്ചത്? കുറേ ആൾക്കാർക്ക് ഒരേപോലെ ഏകദേശം ഒരേ രൂപത്തിൽ അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ഓരോരുത്തരും ഓരോ ലെവലിലേക്കാണ് സൃഷ്ടിച്ചതെങ്കിൽ ഇന്ന് മെഡിസിൻ എന്ന് പറഞ്ഞൊരു ശാഖ ഉണ്ടാവില്ല. പറ്റൂല. ഒരാൾക്ക് വേണ്ടി മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റുമോ? കഴിയില്ല. അപ്പം മരുന്നുകൾ, ടാബ്ലറ്റ്സ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അത് നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയുന്നത് അനുഗ്രഹം കൊണ്ടാണ്. ആ അനുഗ്രഹം നമ്മൾ കഴിക്കുമ്പോൾ അതിനോട് നമ്മൾ കാണിക്കേണ്ടത് നന്ദിയാണ്. ബിസ്മില്ല, അൽഹംദുലില്ലാ. തുടങ്ങുമ്പോൾ ബിസ്മില്ല, കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. കാരണം എന്താ? ആ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ആയുസ് ചിലപ്പോൾ 1 കൊല്ലത്തിലേറെ നീളാം. ആ ചികിത്സ എടുക്കുമ്പോൾ നമ്മുടെ ആയുസ് 1, 2, 3, 4 കൊല്ലം നീട്ടിക്കിട്ടാം. പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അതെന്താ? ഓരോ കൊല്ലം ഓരോ റംസാന് കിട്ടുമ്പോഴും ഓരോ ദറജയല്ലേ പൊന്തുന്നത്. അങ്ങനെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. ഇത് ഏതുപോലെയെന്ന് വെച്ചാൽ, ഷർട്ട് ഇടാതെ ഒരു കുട്ടി എന്നും നിങ്ങളെ വീട്ടിൻ്റെ മുമ്പ് കൂടി പോകുന്നു, ഷർട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വെയിലുണ്ട്, ഈ കുട്ടി പോണത് കണ്ട് പാവം തോന്നിയിട്ട് അവനൊരു 4 ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. ഷർട്ട് കിട്ടിയ ഉടനെ അവൻ ചോദിക്കുകയാണ്, ഇതിപ്പോൾ എന്നും ഇടേണ്ടി വരുമോ? എങ്ങനെ ഉണ്ടാവും ആ ചോദ്യത്തിൻ്റെ ഒരു നന്ദി കേട്? ഇതിപ്പോൾ എന്നും ഇടേണ്ടി വരുമോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കണം? അവൻ ആ ഷർട്ട് എന്നൊരു അനുഗ്രഹത്തിനെ അനുഗ്രഹമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ, ആരോഗ്യം എന്ന് പറഞ്ഞത് ഹിദായത്തിന് ശേഷമുള്ള ഏറ്റവും നല്ല റഹ്മത്താണ്. അതതുപോലെ തന്നെ നമ്മൾ കാണണം. ആരോഗ്യ പരിപാലനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിൽ അതിൽ ശ്രദ്ധിക്കുമ്പോഴും, നമ്മൾ നടക്കാൻ പോണത്, നമ്മൾ ജിമ്മിൽ പോകുന്നത്, നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കുന്നത്, ഇതൊക്കെ പുണ്യപ്രവൃത്തിയായിട്ട് മാറും. എപ്പോൾ? നമ്മുടെ ഉദ്ദേശം ഈ ലെവലിലേക്ക് മാറ്റും. വളരെ ചുരുങ്ങി 2 കാര്യങ്ങളും കൂടി പറയണം. നിങ്ങളെ ബോറടിപ്പിക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള അവസരങ്ങൾ വളരെ അപൂർവമായിട്ടേ വരുള്ളൂ.